കേൾക്കുമ്പോ എനിക്ക് പേടിയാവണു. ഇനി അവിടെ പോയി കൈയൊക്കെ പിടിച്ച് വരേണ്ടി വരും. ഹായ്. ഹായ്. ഇത് പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കാണല്ലോ. വൈറ്റ് ആൻഡ് പീച്ച്. പീച്ച് പോലെ അല്ലേ? നല്ല കളർ കോമ്പിനേഷൻ. അതെ മക്കളെ നല്ല ഡ്രസ് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതാ അയ്യോ എല്ലാരും ഇതിപ്പോ എന്തോ ഒരു ഇതുപോലെ സ്ക്രിപ്റ്റ് പോലെ. പക്ഷെ ഇതെനിക്ക് കേൾക്കണം ഇഷ്ടമായിരുന്നു. ഞാനിവിടെ പണ്ടോട്ട് വരാം. കുറച്ചാൾ കഴിഞ്ഞിരുന്നപ്പോ എല്ലാരും പറയണ്ടോ എനിക്കിത് എന്താ കേൾക്കാൻ പറ്റാത്തതെന്ന്. ഇനി ഇത് കേൾക്കാൻ വേണ്ടി സന്തോഷായില്ലേ? റെമിയെ കാണുമ്പോ ഒരു നല്ലൊരു എന്താണ് മനസ്സിൽ തോന്നുന്നു പറഞ്ഞാൽ മതി, ഉണ്ടാക്കി പറയണ്ട. ഒരു മനസുഖം ഇഷ്ടല്ലേ പോസിറ്റീവ് എനർജി കിട്ടിയത്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ് വിശേഷം? വിശേഷം ഞാൻ സ്കൂളിൽ പോയി. എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. ഞാനിപ്പോ 8th അപ്പൊ എന്റെ പഴയ കുറെ ഫ്രണ്ട്സ് ഞാൻ മിസ് ചെയ്തു. അവരൊക്കെ വേറെ സ്കൂളിലാ. മോളെ ജീവിതമേ അങ്ങനെയാണ്. ഒരു വലിയ മോട്ടിവേഷനുള്ള സമയമാണിത്. അല്ല വേറൊന്നുമല്ല, നമ്മളിപ്പോ കുട്ടിക്കാലം തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കുട്ടികളാകുമ്പോ എല്ലാരും വരും ഓണത്തിന്. പണ്ടൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന്, ന്യൂ ഇയറിന് എല്ലാരും വന്ന് കൂടും. എല്ലാ ഫാമിലീസും കാണും. ഇപ്പൊ പതുക്കെ പതുക്കെ ഓരോരുത്തർ പോയി ആൾക്കാരുടെ പേര് പോലും മറന്നുപോയി, ബന്ധുക്കളുടെ പേര് പോലും മറക്കുന്നു ഈ കാലത്ത്. കാരണം അതുകൊണ്ട് പിന്നെ ഇതൊരു എന്താണ്, ഒരു പരിണാമമാണ്. ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ. ഇതിങ്ങനെ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ഇത് നമ്മൾ മനസ്സിൽ പറഞ്ഞു വെക്കണം. നമുക്ക് നമ്മൾ മാത്രം. നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് അറിയാവോ? ആരാന്ന് എപ്പോഴും കൂടെ ഉള്ളത്? നമ്മുടെ നിഴല്. നമ്മൾ പോകുമ്പോ നമ്മുടെ നിഴല് എപ്പോഴും കാണും. രാത്രി ലൈറ്റ് ഇട്ടാലും കാണും, ഉച്ചയ്ക്ക് സൂര്യന്റെ ഇതിലും കാണും നിഴല്. എന്തിനാ നീ എന്റെ കൂടെ വരുന്നെന്ന് ചോദിച്ചാലും ഒരിക്കലും എത്ര തള്ളി പറഞ്ഞാലും അത് കൂടെ കാണും. പാട്ട് വരെ ഞാൻ പറഞ്ഞ് എഴുതിപ്പിച്ചിട്ടുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അത് ചേട്ടൻ പറഞ്ഞു എഴുതിപ്പിച്ചതാ. ഞാന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അല്ലായിരുന്നു. ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഏത് പാട്ടാ മോളെ? തമസാ നദിയുടെ തീരത്തൊരു നാൾ. ബ്യൂട്ടിഫുൾ. അപ്പൊ മോളെ ഈ സിനിമയുടെ പേര് തിന്നാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ? പറ്റാത്ത സാധനം പറയൂ. ഡേഞ്ചർ ബിസ്ക്കറ്റ്. മ്യൂസിക് ദക്ഷിണാമൂർത്തി. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. വർഷം 1969. പാടിയത് പി ലീലാമ്മ. ഓക്കെ, ഗുഡ് സോങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ, തൊടുന്നതെല്ലാം പൊന്നാകാനൊരു വരം കൊടുത്തു ദൈവം. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ, കനകപ്രഭതൻ കല്ലോലിനിയിൽ കണ്ണുകൾ മങ്ങിപ്പോയി. കനകപ്രഭതൻ കല്ലോലിനിയിൽ കണ്ണുകൾ മങ്ങിപ്പോയി. കൊട്ടാരം പൊന്നാക്കി, കോട്ടകൾ പൊന്നാക്കി, കണ്ടതു പൊന്നാക്കി. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ. ആർത്തി കുറഞ്ഞു അമൃതത്തിലിരുന്നു, ആഹാരം പൊന്നായി പോയി. ആർത്തി കുറഞ്ഞു അമൃതത്തിലിരുന്നു, ആഹാരം പൊന്നായി പോയി. അരുമക്കിടാവിനെ മാറോടണച്ചപ്പോൾ, അരുമക്കിടാവിനെ മാറോടണച്ചപ്പോൾ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മിടുക്കി. അപ്പൊ മോളെ മിസ്റ്റേക്സ് ഒക്കെ ഇങ്ങനെ എണ്ണിപ്പറയ്ക്കൊക്കെ നോക്കിയപ്പം വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു ഡേഞ്ചർ ബിസ്ക്കറ്റ് പൂക്കുറ്റി.